ജേർണലിസ്റ്റിലേക്ക് ഇറാൻ അമേരിക്ക യുദ്ധം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇറാൻ ഇപ്പോൾ നിർണായകമായ ഒരു പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ഇത്രയും നാൾ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഗൾഫ് മേഖലയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കും അവിടുത്തെ ചില ഊർജ കേന്ദ്രങ്ങളിലേക്കുമൊക്കെയാണ് ഇറാൻ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ഒരു വശത്ത് അറബ് രാജ്യങ്ങളെല്ലാം സഹോദര രാജ്യങ്ങളാണ് എന്നതാണ് തങ്ങളുടെ നിലപാട് എന്ന് ഇറാൻ പറയുമ്പോഴും അമേരിക്കയ്ക്ക് തിരിച്ചടി കൊടുക്കാൻ ഗൾഫ് മേഖലയിലെ അറബ് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നതല്ലാതെ അതിവേഗം മറ്റൊരു വഴിയുമില്ല എന്ന നിലയിലായിരുന്നു ഇറാൻ മുന്നോട്ട് പോയിരുന്നത് എന്ന് ചുരുക്കം. അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് അല്ലെങ്കിൽ അമേരിക്ക എന്ന രാജ്യത്തേക്ക് ആക്രമണം നടത്താൻ ഇറാന് പരിമിതികളുണ്ട്. പക്ഷെ ഒരിക്കലും അത് നടക്കില്ല എന്ന് പറയാനും കഴിയില്ല. കാരണം ഇറാന്റെ മിസൈൽ ശേഷിയൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. കൂടുതൽ പ്രഹരശേഷിയുള്ള കൂടുതൽ ദൈർഘ്യം പോകുന്ന മിസൈലുകളൊക്കെ ഇറാൻ ഈ യുദ്ധത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇറാൻ ഇത്രയും തീവ്രമായ ആയുധങ്ങൾ ഉപയോഗിക്കുമോ, നേരിട്ട് അമേരിക്കയിലേക്ക് ആക്രമണം നടത്തുമോ എന്ന കാര്യമൊക്കെ അപ്രവചനീയമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഇറാൻ പറയുന്ന സഹോദര രാജ്യങ്ങളെന്ന് ഇറാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഗൾഫ് മേഖലയിലേക്ക് നിരന്തരമായി ഇറാൻ ആക്രമണം നടത്തുന്നത് പൊതുവിൽ ഗൾഫ് രാജ്യങ്ങളുടെ ശത്രുതയ്ക്കും ഒപ്പം അമേരിക്കയുടെ രക്ഷപ്പെടലിനും കാരണമാകുന്നു എന്നാണ് പൊതുവിൽ ഇപ്പോൾ ഇറാൻ വിലയിരുത്തപ്പെടുന്നത്. അതായത് അമേരിക്കയ്ക്ക് നോവണമെങ്കിൽ അത് അമേരിക്കയ്ക്ക് വേണ്ടപ്പെട്ടവരെയായി തകർക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ഹോർമൂസ് അടച്ചു കിടക്കുകയും ഒക്കെ ചെയ്താൽ വാസ്തവത്തിൽ ലാഭമുണ്ടാകുന്നത് അമേരിക്കയ്ക്കാണ്. കാരണം ഗൾഫ് നാടുകളിൽ നിന്ന് എണ്ണ പുറം ലോകത്തേക്ക് എത്താതിരുന്നാൽ അമേരിക്കയുടെ കയ്യിലുള്ള സ്റ്റോക്ക് എണ്ണ പരമാവധി വിറ്റഴിക്കാൻ കഴിയും. അത് കൂടിയ വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്നത് അമേരിക്കയ്ക്ക്, ട്രംപിന് വലിയ ലാഭം ഉണ്ടാക്കും. അപ്പോൾ അതിനുവേണ്ടി യുദ്ധം കത്തിച്ചു നിർത്തുകയാണോ ട്രംപ് എന്ന സംശയം പോലും നിലനിൽക്കുകയാണ്. ഇപ്പോൾ നിർണായകമായൊരു പ്രഹരവുമായി, നിർണായകമായൊരു തീരുമാനവുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത് അത് ഇസ്രായേലിനെ മുറിവേൽപ്പിക്കുക എന്ന കടുത്ത തീരുമാനമാണ്. ഒടുവിൽ ഇറാൻ തീരുമാനിക്കുന്നു, അമേരിക്ക നടത്തുന്ന ഓരോ ആക്രമണങ്ങൾക്കും പകരം ചോദിക്കേണ്ടത് ഇസ്രായേലിലാണ്. ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടാണ്, ഇസ്രായേലിനെ മുറിവേൽപ്പിച്ചുകൊണ്ടാണ്. കാരണം ഇസ്രായേലിനെ നൊന്താലേ, ജൂതനെ നൊന്താലേ ട്രംപിന് വേദനിക്കൂ, ട്രംപ് വിവരമറിയൂ, ട്രംപിനെ ഒരു പാഠം പഠിപ്പിക്കാൻ കഴിയൂ എന്ന തരത്തിലേക്ക് ഇറാനിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നോക്കുക, ദേശീയ മാധ്യമമായ ടൈംസ് നൗവും ഒരു അന്താരാഷ്ട്ര മാധ്യമവും കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവിട്ട വാർത്തകളുടെ സ്ക്രീൻഷോട്ടാണ്. ഇതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അടുത്ത ആക്രമണം എന്ന് പറയുന്നത് അത് ടെൽ അവീവ് ആയിരിക്കും എന്ന്. ഇറാൻ ടു ടാർഗറ്റ് ടെൽ അവീവ് നെക്സ്റ്റ്, ബിഗ് അലേർട്ട് ഇൻ ഇസ്രായേൽ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടി, എന്നാൽ അലർട്ട് ഇസ്രായേൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. നോക്കുക, ഇസ്രായേൽ അണ്ടർ ഇറാനിയൻ അറ്റാക്ക് ടുനൈറ്റ്, നെതന്യാഹു ഹോൾഡ്സ് എമർജൻസി ഹഡിൽ, അലർട്ട് ഡിക്ലെയർഡ് എന്നാണ് പറയുന്നത്. അതായത് അടിയന്തരമായ ഒരു സാഹചര്യമാണ് ഇറാനിലുള്ളത്, അലർട്ടുകൾ കൊടുത്തിട്ടുണ്ട്, ഇസ്രായേൽ വൈകാതെ ഇറാൻ ആക്രമിക്കും എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. നോക്കുക, ക്രെക്സ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമത്തിൽ പറയുന്നു, ഇറാൻ വാസ് ടു റൈസ് ടെൽ അവീവ്, ഡിസ്ട്രോയ് ഇസ്രായേൽ. ടെൽ അവീവിനെ ആക്രമിക്കുക, ഇസ്രായേലിനെ നശിപ്പിക്കുക എന്ന തരത്തിലേക്ക് ഇറാൻ വരികയാണ്. IRGC ടു സ്ട്രൈക്ക് ടെൽ അവീവ് ഇഫ് US attacks, ഇറാൻ റീബിൽഡ്സ് മിലിറ്ററി സൈറ്റ്സ്, വാസ് ടു ഡിസ്ട്രോയ് ഇസ്രായേൽ. അതായത് ഈ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്താൻ ഉതകുന്ന വിധത്തിലുണ്ടായ പല മിസൈൽ കേന്ദ്രങ്ങളും പല സൈനിക കേന്ദ്രങ്ങളും ഇറാന്റെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായി ഇസ്രായേൽ. അതായത് എളുപ്പത്തിൽ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താമായിരുന്ന കുറച്ചേറെ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ്റേത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തകർത്തിട്ടുണ്ട്. അപ്പോൾ ആ സൈനിക കേന്ദ്രങ്ങൾ പുനർനിർമ്മിച്ചുകൊണ്ട് അമേരിക്ക ഒരു ആക്രമണം നടത്തിയാൽ ശക്തമായി ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ ഉതകുന്ന വിധത്തിൽ ഈ സൈറ്റുകളെല്ലാം റീബിൽഡ് ചെയ്യുകയാണ് ഇറാൻ എന്നുള്ളതാണ് ഈ വാർത്തയിൽ പ്രധാനമായും പറയുന്നത്. നോക്കുക, അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്ന ഒരു വാർത്ത കൂടി ഞാൻ വായിക്കാം. ഈ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ വലിയ ആക്രമണം നടത്താൻ ഉത്തരവിട്ടാൽ ഇറാൻ അടുത്ത ഗംഭീരമായൊരു നീക്കത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് ഈ വാർത്തകളിൽ പറയുന്നത്. 2 ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് എന്ന മാധ്യമമാണ്, അമേരിക്കൻ മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടെലവീവിനെ ലക്ഷ്യമിട്ട് ടെഹ്റാനിൽ തിരിച്ചടിക്കുക, അതുപോലെ തന്നെ ബാബൽ മന്ദബ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തി ഹൂത്തി പ്രസ്ഥാനത്തോട് കളത്തിലിറങ്ങാൻ പറയുക,
തുടങ്ങിയ കാര്യങ്ങളാണ്. ഒരു പക്ഷേ ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് ലെബനനിൽ നിന്നൊരു ആക്രമണത്തിന് കൂടി ഇറാൻ പദ്ധതിയിടാൻ സാധ്യതയുണ്ട് എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇസ്രായേൽ തങ്ങളുടെ സായുധ സേനയെ പരമാവധി ജാഗ്രതയിൽ നിർത്തിയിരിക്കുകയാണ് എന്നും നെതന്യാഹു ഉന്നത സുരക്ഷാ യോഗങ്ങൾ വിളിച്ചുകൂട്ടി ഇറാനിയൻ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്തുവെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇറാന് വീണ്ടും മുന്നറിയിപ്പ് നൽകി, ഞങ്ങളെ ആക്രമിച്ചാൽ നിങ്ങളെ തിരിച്ചടിച്ച് നശിപ്പിക്കും എന്ന് നിർണായകമായൊരു മുന്നറിയിപ്പ് കൊടുത്തു എന്നുമൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ലോകം വീണ്ടും ഒരു ആശങ്കയിലേക്ക്, ഭീതിയിലേക്ക് പോകുന്നുണ്ട് എന്നതിൽ തർക്കമൊന്നുമില്ല. കാരണം ഈ യുദ്ധം ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് അതിതീവ്രമായ സാമ്പത്തിക പ്രതിസന്ധിയും വിലവർധനയും ക്ഷാമവും പട്ടിണിയും ഒക്കെ ഉണ്ടാക്കുമെന്ന് ഇറാൻ തന്നെ നേരത്തെ മുതൽ തന്നെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കും, പട്ടിണിയിലാക്കും, ഒപ്പം ലോകത്തിൻ്റെ എണ്ണ വ്യാപാരം പൂർണ്ണമായി തടസ്സപ്പെടുത്തും. ഞങ്ങൾക്ക് എണ്ണ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരും ഇനി എണ്ണ വിൽക്കണ്ട, എണ്ണ കൈകാര്യം ചെയ്യേണ്ട, ഞങ്ങൾക്ക് ബിസിനസ് നടത്താൻ പറ്റിയില്ലെങ്കിൽ ഈ കടലിലൂടെ ആരും ബിസിനസ് നടത്തണ്ട തുടങ്ങിയ കടുത്ത തീരുമാനങ്ങളിലേക്ക് ഇറാൻ പോയിരുന്നു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന മട്ടിൽ ഈ യുദ്ധത്തിൽ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും ഇറാന്റെ പ്രതിനിധികൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേലിലേക്ക് കൂടി ഒരു ആക്രമണം ഉണ്ടായാൽ അത് ശക്തമായ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതായത് ഒരു വശത്ത് അമേരിക്ക ആക്രമണങ്ങൾ നടത്തുന്നു, തിരിച്ച് ഗൾഫ് മേഖലയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അടക്കം ഇറാൻ തിരിച്ചടിക്കുന്നു. പക്ഷെ അതുകൊണ്ട് അമേരിക്കയെ പൂർണ്ണമായി വേദനിപ്പിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അമേരിക്കയുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇറാന് കഴിയുന്നില്ല. അമേരിക്ക പിന്നെയും പിറ്റേ ദിവസവും ആക്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അമേരിക്കയ്ക്ക് കൂടുതൽ മുറിവേൽക്കണമെങ്കിൽ, അമേരിക്ക ഒരു വലിയ സമ്മർദ്ദത്തിൽപ്പെട്ട് പിന്തിരിഞ്ഞു പോകണമെങ്കിൽ, ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദമുണ്ടെങ്കിൽ പോലും അതിന് അമേരിക്ക വകവയ്ക്കാത്ത അവസ്ഥയാണ്. ഒന്നുകിൽ ഗൾഫ് മേഖലയിലെ സാധാരണക്കാർക്കിടയിലേക്ക്, സാധാരണ ജനങ്ങൾ താമസിക്കുന്നിടയിലേക്കൊക്കെ വലിയ ആക്രമണങ്ങൾ നടത്തണം. അല്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഡയറക്റ്റ് ഹിറ്റ് എന്ന നിലയിൽ ഇസ്രായേലിനെ മുറിവേൽപ്പിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു അനുകൂലമായ നടപടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകൂ എന്നാണ് ഇപ്പോൾ ഇറാൻ വിലയിരുത്തുന്നത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങൾ, സഹോദര രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ എന്ന നിലയിൽ കാണുന്നത് കൊണ്ട് അവിടേക്കൊരു ആക്രമണം നടത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് അവിടുത്തെ ജനവാസ മേഖലകൾ തകർത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആക്രമണത്തിലേക്ക് ഇറാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ യുദ്ധം തുടങ്ങി ഇറാനിൽ ഇത്രയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി ആയത്തുള്ള അലി ഖാംനെയി വധിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോയതൊക്കെ ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ പിന്തുണയോടുകൂടി, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അറിവോടെ, ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു വലിയ തിരിച്ചടി കൊടുക്കണമെങ്കിൽ അത് ഇസ്രായേലിന് തന്നെ കൊടുക്കണം എന്ന നിലയിലേക്ക് ഇറാൻ ഇപ്പോൾ നിലപാട് സ്വീകരിക്കുന്നു. ഇത്തരമൊരു തിരിച്ചടി പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ യുദ്ധത്തിൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടം, ഈ യുദ്ധത്തിൽ ഈ ഇസ്രായേൽ കാര്യമായി തീർത്തും പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നെതന്യാഹുവിനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ വേഗത്തിലാകും എന്ന റിപ്പോർട്ടുകളുണ്ട്. വലിയ തോതിലുള്ള പ്രഹരം നെതന്യാഹുവിന് ഇനി അങ്ങോട്ട് കിട്ടാൻ പോകുന്നു, ജയിലിലേക്ക് പോകാൻ സാധ്യതയുണ്ട് തുടങ്ങി നിരവധി വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് നെതന്യാഹുവും ഇസ്രായേലും. തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സാഹചര്യത്തിൽ വീണ്ടും രാജ്യമൊരു യുദ്ധത്തിലേക്ക് പോയാൽ നെതന്യാഹുവിൻ്റെ പ്രധാനമന്ത്രി സ്വപ്നങ്ങളെല്ലാം തകരാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, ആഭ്യന്തര പ്രശ്നങ്ങളടക്കം നിരവധി പ്രശ്നങ്ങൾ ഇസ്രായേലിലുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ആ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടുമൊക്കെ നെതന്യാഹു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധത്തെ ഫേസ് ചെയ്യാനായിട്ട് ഇസ്രായേൽ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതെ അമേരിക്ക ഒറ്റയ്ക്ക് ഈ യുദ്ധം നടത്തുന്നത്. പക്ഷേ അങ്ങനെ വെറുതെ വിടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിനെയും കൂടി വലിച്ച് യുദ്ധത്തിലേക്ക് കൊണ്ടുവന്ന് വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനും കൂടി ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് മുന്നോട്ട് പോകാനാണ് ഇറാൻ്റെ തീരുമാനം. അത് ഈ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാകും. ഇറാൻ വേഴ്സസ് ഇസ്രായേൽ എന്ന നിലയിലേക്ക് യുദ്ധം തീവ്രമാകുന്നത് തീർച്ചയായിട്ടും ഇരു കൂട്ടർക്കും വലിയ മുറിവേൽപ്പിക്കുമെന്ന് മാത്രമല്ല, മധ്യസ്ഥ രാജ്യങ്ങളുടെ സമാധാന ശ്രമങ്ങളടക്കം എങ്ങുമെത്താതെ പോകാനുള്ള സാധ്യതയും, ഒരു അനന്തമായ യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയും തെളിയുകയാണ്. കാരണം ഇസ്രായേലിനെ തകർക്കുക, നെതന്യാഹുവിനോട് പ്രതികാരം ചോദിക്കുക എന്നതൊക്കെ നെതന്യാഹു അടക്കം ഞങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്ന് നേരത്തെ തന്നെ മുജ്തബ ഖാംനെയി പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരികയാണെങ്കിൽ ഇസ്രായേലിന് നേരെ ഒരു വലിയ പ്രഹരം അല്ലെങ്കിൽ വലിയ ആക്രമണം അധികം വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.